ഹായ് നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ സബ്സിഡി സ്കീമിലെ ഏറ്റവും ബെസ്റ്റ് ഇന്ത്യൻ പാനൽസ് ഏതൊക്കെയാണ്, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും, എങ്ങനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് കാണാൻ പറ്റും. സോ DCR ആൻഡ് നോൺ DCR പാനൽസ് ആണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും അറിയപ്പെടുന്ന പാനൽസ്. അപ്പോൾ ഈ DCR എന്താണ്, നോൺ DCR എന്താണ്? DCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ്, അതായത് ഈ സെൽസും പാനൽസും ഇന്ത്യയിൽ നിർമ്മിച്ചതായിരിക്കണം. ഓക്കെ, ഐദർ അസംബിൾഡ് ഇൻ ഇന്ത്യ ഓർ മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ എന്നാണ് ഗവൺമെന്റ് കൊടുത്തേക്കുന്ന ഡെഫിനേഷൻ. നോൺ DCR പാനൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചൈനീസ് സെൽസ് ഉപയോഗിച്ച് ചെയ്തതായിരിക്കാം, ഏത് സെൽസ് ആയാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഈ രണ്ട് പാനൽസും ALMM സ്കീമിൽ, അതായത് അപ്രൂവ്ഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ടെക്നിക്കലി ആൻഡ് കമേഴ്ഷ്യലി നമ്മളൊരു സോളാർ പാനൽ ചൂസ് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓബ്വിയസ്ലി ഫസ്റ്റ് എല്ലാവരും എഫിഷ്യൻസി ആയിരിക്കും നോക്കുന്നത്. മാക്സിമം കൺവേർഷൻ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ മാക്സിമം ജനറേഷൻ ആൻഡ് പെർഫോമൻസ് ആയിരിക്കും. സെക്കൻഡ്ലി നമ്മൾ ഡിസൈൻ വൈസ് നോക്കുമ്പം ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് നോക്കണം. ഓക്കെ, ലോവസ്റ്റ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉള്ള പാനൽസ് ആയിരിക്കണം. അതുപോലെ ഡീഗ്രേഡേഷൻ നോക്കണം. ആദ്യത്തെ വർഷം <2%, സെക്കൻഡ് ഇയർ ടു 25 years <0.55% ആണ് മാക്സിമം പാനൽസിന് കൊടുക്കാറുള്ളത്. ചില പാനൽസിന് ഈ ഡീഗ്രേഡേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ REC, സൺ പവർ പോലത്തെ പാനൽസിന് ഡീഗ്രേഡേഷൻ വളരെ കുറവായിരിക്കും. എഫിഷ്യൻസി, ഡീഗ്രേഡേഷൻ, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്, അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ കമ്പനിയുടെ എക്സ്പീരിയൻസ് ആണ്. സോ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഇതിൽ 15-20 years എക്സ്പീരിയൻസ് ഉള്ളതാണ്. ചില കമ്പനീസ് ഇപ്പം റീസെന്റ് സ്റ്റാർട്ടഡ് കമ്പനീസ് ആയിരിക്കും, വിത്തിൻ 5 years. ഓക്കെ, പിന്നെ നമ്മൾ ബാങ്കബിലിറ്റി, ബിക്കോസ് നമുക്ക് 25 years വാറണ്ടി എന്ന് പറയുമ്പം ഓബ്വിയസ്ലി ഈ കമ്പനീസ് ഒക്കെ നെക്സ്റ്റ് ഒരു 20-25 years ഉണ്ടായിരിക്കണം. ലോങ് ടേം വിഷൻ പ്ലാൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ നമ്മൾ വെയിറ്റും ശ്രദ്ധിക്കാറുണ്ട്. മാക്സിമം 540 watts പാനൽസിനൊക്കെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 28-29 kgs ആണ് പെർ വെയിറ്റ് വരുന്നത്. സോളാർ പാനൽ ബ്രാൻഡ്സ് ഇപ്പം ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അപ്പം ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ട്, ഒക്കെ കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്ത പേരെല്ലാം ഉണ്ടാവും. മെയിൻലി നമ്മൾ നോക്കാറുള്ള ബ്രാൻഡ്സ് എന്ന് പറയുമ്പം ഇന്ത്യൻ ബ്രാൻഡ്സ്, വിക്രം, വാരി, അദാനി, പാനസോണിക്, പ്രീമിയർ, ആക്സിടെക് ജർമ്മൻ ബ്രാൻഡാണ്. അതുപോലെ ഇമ്പോർട്ടഡ് പാനൽസ് REC, ലോങ്കി, ട്രീന. പിന്നെ ലോക്കൽ ബ്രാൻഡ്സ് നമുക്ക് ഹാവൽസ്, കിർലോസ്കർ, ജാക്സൺ, സാത്വിക്, റെന്യൂസിസ്, റേസോൺ, ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൽ DCR പാനൽസ് ഉണ്ട്, നോൺ DCR പാനൽസ് ഉണ്ട്. നോൺ DCR മിക്കവാറും 550 wattsലാണ് ഇപ്പം റീസെൻ്റ്ലി വരുന്നത്. 545-550 wattsലാണ്. DCR പാനൽസ് നമുക്ക് 515 wattsലുണ്ട്, 540 wattsലുണ്ട്, 535 wattsലുണ്ട്, 545 wattsലുണ്ട്, 525 wattsലുണ്ട്. പിന്നെ പാനസോണിക് മാത്രം 495 wattsലുണ്ട്. സോ ഇനി അങ്ങോട്ട് എല്ലാവരും ചെയ്യുന്ന ഓൺ ഗ്രിഡ് സിസ്റ്റം ആയാലും ശരി, അഥവാ ഹൈബ്രിഡ് സിസ്റ്റം ആയാലും ശരി, നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് മോർ ദാൻ 500 wattsനുള്ള പാനൽസ് ആയിരിക്കും. 500 wattsന് താഴെ അല്ലെങ്കിൽ 450 wattsന് താഴെയുള്ള പാനൽസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുമാത്രമല്ല, പോളിക്രിസ്റ്റലൈൻ പാനൽസ് വെച്ചിട്ട് താങ്കളുടെ വീട്ടിൽ സോളാർ സിസ്റ്റം വയ്ക്കുകയാണെങ്കിൽ അതിനേക്കാളും നല്ല ഭേദം സോളാർ ചെയ്യാതിരിക്കുന്നതായിരിക്കും. റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോളിക്രിസ്റ്റലൈൻ പാനൽസ് ഇപ്പം ടോപ്പ് മാനുഫാക്ചർ, ഗ്ലോബലി റെപ്യൂട്ടഡ് മാനുഫാക്ചറേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പോളിക്രിസ്റ്റലൈൻ പാനൽസ് നിർമ്മിക്കുന്നത് നിർത്തി. ഇന്ത്യയിൽ മാത്രമേ തൽക്കാലം മാനുഫാക്ചറിങ് ചെയ്യുന്നുള്ളൂ, ഓൺലി ഫോർ ദ സബ്സിഡി സ്കീം. അതും ചെറിയ ചെറിയ സബ്സിഡി സ്കീമിന് വേണ്ടിയിട്ട്. നാഷണൽ പോർട്ടൽ MNRE സബ്സിഡി സ്കീം വന്നതിന് ശേഷം കസ്റ്റമേഴ്സിന് ഏത് പാനലും ചൂസ് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് കൊടുത്തേക്കുന്ന ഏത് ടെക്നോളജിയും ചൂസ് ചെയ്യാൻ പറ്റും, ഏത് ഇൻവേർട്ടറും ചൂസ് ചെയ്യാൻ പറ്റും. ഇതിന് ഈ വീഡിയോയുടെ എൻഡിൽ നമുക്ക് കമ്പാരിസൺ ഒരു PDF ഫയൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ്, ഫേസ്ബുക്കിൽ നമ്മൾ അത് അപ്ലോഡ് ചെയ്യും. സോ ആ കമ്പാരിസൺ ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഏതൊക്കെ മോഡൽസ് ആണ് അവൈലബിൾ. 540, 515, 495, അതുപോലെ 535, 525, എത്രയാണ് എഫിഷ്യൻസി ഉള്ളത്, മോഡൽ നെയിം ആൻഡ് എഫിഷ്യൻസി, അതുപോലെ കമ്പനീസിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമ്മൾ കൊടുത്തേക്കും. ഓക്കെ.